എന്ത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ടിൽ ഹെൽപ്പ് അറൈവാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. പ്രയോറിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പ്രയോറിറ്റി ആണ്, അവരുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുക. രണ്ടാമത്തേത് നമ്പർ ഓഫ് അവേഴ്സ് 60 അല്ലെ. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നോർസെറ്റ് 10 ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നോർസെറ്റ് 10 എക്സാമിനെ കുറിച്ച് അല്ലേ. അതായത് നമ്മുടെ എയിംസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് നഴ്സിംഗ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന എക്സാം ആണ് ഈ പറയുന്ന നോർസെറ്റ് എക്സാം എന്ന് പറയുക. നോർസെറ്റ് 9 എക്സാമിനേഷൻ കഴിഞ്ഞു. നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് വിവിധ എയിംസുകളിൽ സക്സസ്ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടായി. സോ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നോർസെറ്റ് 10 എക്സാം ആണ്. നോർസെറ്റ് 10 എക്സാം നമുക്കറിയാം എന്നാണ് അതിന്റെ എക്സാമിനേഷൻ നടക്കുക. വരുന്ന 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് അതിന്റെ പ്രിലിമിനറി എക്സാം വരിക. മെയിൻ എക്സാം വരുന്നത് ഏപ്രിൽ മാസം 2026 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3-3.5 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും. ഏകദേശം നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 1.25 ലക്ഷം രൂപയാണ് നമുക്ക് കയ്യിൽ സാലറി ആയിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് ജോലിയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്കറിയാം അല്ലെ നമ്മുടെ ഈ നോർസെറ്റ് എക്സാമിനേഷൻ ഒക്കെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കും അല്ലെ. നോക്കിയേ, ഐഡന്റിഫൈ ദ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഇമേജ് വെച്ചിട്ട് ഇത് എന്ത് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിയേ, ഇത് എന്ത് റൂട്ടാണ്, എന്ത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ ജസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എന്താ സ്കിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പുള്ള് ചെയ്ത് പിടിക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക. നോക്കിയേ, ഓപ്ഷൻ എ ഈസ് സബ്ക്യൂട്ടേനിയസ് വിത്ത് Z-drug. ഓപ്ഷൻ ബി ഇസ് IM വിത്ത് Z-drug. ഓപ്ഷൻ സി ഇസ് IV. ഓപ്ഷൻ ഡി ഇസ് ഇൻട്രാഡെർമൽ. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു നീഡിലിന്റെ ആംഗിൾ നോക്കിയാൽ 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത് IM തന്നെയാണ്. അതിനുശേഷം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലെ. എന്താണ്, നമ്മൾ സ്കിൻ ഒന്ന് പുള്ള് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അല്ലെ. അത് നമ്മൾ എന്താ പറയുക, Z-drug മെത്തേഡ് എന്നാ പറയുക അല്ലെ. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി IM വിത്ത് Z-drug ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിനെയൊക്കെ അല്ലെ, ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ സ്കിന്നിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന IM വിത്ത് Z-drug മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക. നോക്കിയേ, ഇത് Z-drug മെത്തേഡ് ആണ്. അത് ഒരു IM ഇഞ്ചക്ഷൻ ടെക്നിക് ആണ്, യൂസ് ടു പ്രിവെന്റ് മെഡിക്കേഷൻ ലീക്കേജ് ഇൻടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. യൂഷ്വലി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്കൊക്കെ മെഡിസിൻ ലീക്ക് ചെയ്തിട്ട് സ്കിൻ ഇറിറ്റേഷനും സ്കിൻ എസ്കോറിയേഷനും ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിഫേർഡ് സൈറ്റ് എന്ന് പറഞ്ഞാൽ വെൻട്രോഗ്ലൂട്ടിയൽ, അതായത് എസ്പെഷ്യലി തിക് മസിൽ ആണ്. അവിടെ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നോക്കിയാൽ ഇവിടെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആണ് ഈ നയം. ബെറ്റർ അബ്സോർപ്ഷൻ ആൻഡ് തെറാപ്യൂട്ടിക് എഫക്ട് അല്ലെ. ഇവിടെ നോക്കിയേ, ഡ്രഗിന്റെ അബ്സോർപ്ഷൻ വളരെ ബെറ്റർ ആണ്, കൂടാതെ തെറാപ്യൂട്ടിക് എഫക്റ്റും വളരെ നന്നായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. A 5-year-old baby drank kerosene accidentally. വാട്ട് ഇസ് പ്രയോറിറ്റി മാനേജ്മെന്റ് ഇൻ ദിസ് കേസ്? സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ് അല്ലെ. നോക്കി, 5 വയസ്സുള്ള ഒരു കുട്ടി ആക്സിഡന്റലി കെറോസിൻ ഡ്രിങ്ക് ചെയ്തു അല്ലെ. ഇവിടെ എന്താണ് ഒരു പ്രയോറിറ്റി മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്? നോക്കി, ഓപ്ഷൻ എ ഈസ് ഗ്യാസ്ട്രിക് ലാവേജ്. ബി ഈസ് NPO ടിൽ ഹെൽപ്പ് അറൈവ്. ഓപ്ഷൻ സി ഇൻഡ്യൂസ് വോമിറ്റിംഗ്. ഓപ്ഷൻ ഡി ഈസ് ഗിഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. നോക്കിയേ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ? നോക്കിയേ, ഇവിടെ പലതും ആൻസർ ആയിട്ട് നമുക്ക് തോന്നാം അല്ലെ. നോക്കി, ഇവിടെ പ്രയോറിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കിയാൽ പ്രയോറിറ്റി നമ്മൾ നോക്കണം കേട്ടോ. എന്താണ് ഇവിടെ പ്രയോറിറ്റി ആയിട്ട് വരിക? നോക്കിയേ, ഗ്യാസ്ട്രിക് ലാവേജ് ആണോ, NPO ടിൽ ഹെൽപ്പ് അറൈവ് ആണോ, ഇൻഡ്യൂസ് വോമിറ്റിംഗ് ആണോ, പിന്നെ ഗിഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണോ? നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ഒരിക്കലും ഈ കേസിലൊക്കെ ഒമിറ്റിങ് ഇൻഡ്യൂസ് ചെയ്യില്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട്? പ്രയോറിറ്റി ഓപ്ഷൻ ബി ആണ് കേട്ടോ, NPO ടിൽ ഹെൽപ്പ് അറൈവ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ. നോക്കിയേ, ഇത് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. ഇതുപോലുള്ള ഹൈഡ്രോ കാർബൺ പോയിസണിങ്ങിന്റെ ഒക്കെ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. സോ കോമൺലി ഇത് കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ എക്സ്പോഷർ എന്ന് പറയുക. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിംറ്റംസ് ലൈക്ക് ഗ്യാസ്പിങ്, ചോക്കിംഗ്, ഗ്രണ്ടിങ്, കോഫിങ്, ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻസ് ഒക്കെ പേഷ്യന്റ് ഉണ്ടാകും. കൂടാതെ GI സിംറ്റംസ് ലൈക്ക് നോസിയ, അബ്ഡോമിനൽ പെയിൻ, പിന്നെ CNS സിംറ്റംസ് ലൈക്ക് അജിറ്റേഷൻ, ഡിപ്രഷൻ, സ്റ്റൂപ്പർ, കൺവൽഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാർഡിയക് സിംറ്റംസ് ലൈക്ക് ഹൈപ്പോക്സിയ, മയോകാർഡിയൽ ഡിസ്റിത്മിയ, സഡൻ ഡെത്ത് ഒക്കെ പേഷ്യന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ നോക്കിയാൽ ABG ടു സി ബ്ലഡ് ഓക്സിജനേഷൻ ആൻഡ് അതർ പാരാമീറ്റേഴ്സ്, സീരിയൽ എക്സ്റേസ് ഓഫ് ദ ചെസ്റ്റ്, ഇതൊക്കെയാണ് യൂഷ്വലി മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മാനേജ്മെന്റിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് സപ്പോർട്ടീവ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഇവരിത് ഈ പോയിസൺ ഒക്കെ ഇൻഹേൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവരുടെ സ്കിന്നിലൊക്കെ അതിന്റെ പല റെമനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ സ്കിന്നിൽ കൂടി അബ്സോർബ്
അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്കിൻ ഡീകണ്ടാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വി ഹാവ് ടു എൻഷുർ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഓഫ് ദ ചൈൽഡ്. പിന്നെ റെസ്പിറേറ്ററി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എയർവേ സ്റ്റെബിലൈസ് ചെയ്യുക, കൂടാതെ സപ്ലിമെന്റൽ ഓക്സിജൻ കൊടുക്കുക. പിന്നെ ഓക്സിജൻ സപ്പോർട്ട് ഓക്സിജൻ ഇന്നാഡിക്വേറ്റ് ആണ് എങ്കിൽ നമുക്ക് എന്താണ് ഏർലി ഇൻറ്റുബേഷനും മെക്കാനിക്കൽ വെന്റിലേഷനും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അതുകൂടാതെ നോക്കിയ റോൾ ഓഫ് ഗ്യാസ്ട്രിക് ഡീകണ്ടാമിനേഷനെ കുറിച്ച് എന്താ പറയുക? കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഫോർ ആക്സിഡന്റൽ ഇഞ്ചക്ഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ വിത്തൗട്ട് സിസ്റ്റമിക് ടോക്സിസിറ്റി. അതായത് പേഷ്യന്റ് ഇപ്പം ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ ഒക്കെ എടുത്തു, കെറോസിനൊക്കെ എടുത്തു, അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് പ്രത്യേകിച്ച് സിസ്റ്റമിക് ടോക്സിസിറ്റിയുടെ സിംറ്റംസ് ഒന്നും ഇല്ല എങ്കിൽ ഈ പറയുന്ന ഡീകണ്ടാമിനേഷൻ യൂഷ്വലി കോൺട്രാ ഇൻഡിക്കേറ്റ് ആണ് എന്നാണ് പറയുക കേട്ടോ. സോ പക്ഷേ ഡീകണ്ടാമിനേഷൻ എപ്പോഴാണ് യൂസ് വരിക? യൂസ്ഫുൾ ഫോർ ആക്സിഡന്റൽ ഇഞ്ചക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ വിത്ത് സിസ്റ്റമിക് ടോക്സിസിറ്റി ഓർ കണ്ടെയ്ൻസ് അഡിറ്റീവ്സ് ലൈക്ക് ക്യാംഫർ, ഹാലോജനേറ്റഡ് ഹൈഡ്രോകാർബൺ, ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ, ഹെവി മെറ്റൽസ്, ഇതൊക്കെ ഉണ്ട് എങ്കിലാണ് യൂഷ്വലി എന്താണ് ഈ പറയുന്ന ആക്സിഡന്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസ്ട്രിക് ഡീകണ്ടാമിനേഷന്റെ റോള് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പ്രയോറിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, പ്രയോറിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം NVO ടിൽ ഹെൽപ്പ് അറൈവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് അതുകൂടാതെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രിവെന്റ് ആസ്പിറേഷൻ ആൻഡ് പ്രൊട്ടക്ട് എയർവേ അല്ലെ, ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യുക, എയർവേ പ്രൊട്ടക്ട് ചെയ്യുക. അതുകൂടാതെ ഡു നോട്ട് ഇൻഡ്യൂസ് വൊമിറ്റിംഗ്, കാരണം എന്താണ് അവിടെ ആസ്പിറേഷൻ ന്യൂമോണൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പൊസിഷൻ ചൈൽഡ് അപ്രൈറ്റ് അല്ലെ, കുഞ്ഞിന് ഒരു അപ്രൈറ്റ് പൊസിഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ NPO പ്രിവെന്റ്സ് ആസ്പിറേഷൻ ഓഫ് കെറോസിൻ ഇൻ ടു ദ ലങ്സ്. ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് ആൻഡ് ലീഡ് ടു ചോക്കിംഗ് ആൻഡ് ആസ്പിറേഷൻ. അതായത് കുഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഡൈലൂട്ട് ചെയ്യാൻ ഓർത്തൊരു വെള്ളമൊക്കെ കൊടുക്കും അല്ലെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആസ്പിറേഷനും ചോക്കിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ കാൽക്കുലേഷൻ ക്വസ്റ്റൻ കേട്ടോ. ഇതൊക്കെ ഈ പറയുന്ന നോർസിറ്റ് എക്സാമിന്റെ ഹോൾമാർക്ക് ആണ് കേട്ടോ. അതായത് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. കാൽക്കുലേഷൻ ബേസ്ഡ് പക്ക ഉണ്ടാവും. നോക്കിയാൽ സഫ്രോക്സൈം സോഡിയം ആന്റിബയോട്ടിക് ആണ്. 1 gram 50 ml നോർമൽ സെലൈൻ, 1 gram in 50 ml നോർമൽ സെലൈൻ ഈസ് ടു ബി അഡ്മിനിസ്റ്റർഡ് ഓവർ 30 minutes അല്ലെ. ഇവിടെ നോക്കിയേ, യെസ് ഇവിടെ നോക്കിയേ, ഒരു 50 ml നോർമൽ സെലൈനിൽ 1 gram സെഫ്രോക്സൈം ഓവർ 30 minutes നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണം ടു എ ക്ലയന്റ് വിത്ത് എൻ ഇൻഫെക്ഷൻ. The drop factor is 15 drops per 1 ml. നോക്കിയേ ഇവിടുത്തെ ഡ്രോപ്പ് ഫാക്ടർ എത്രയാണ്? 15 drops ആണ്. The nurse sets the flow rate at how many drops per minute. ഇവിടെ എത്ര drops per minute-ലാണ് nurse ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ, എന്താണ്? അതായത് വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ അല്ലേ. ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഡ്രോപ്പ് ഫാക്ടർ? 15 അല്ലെ, 15 drops ആണ് കേട്ടോ. ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു 60. ഇവിടെ എന്താണ് നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറയുമ്പോൾ 30 minutes ആണ്. ദാറ്റ് മീൻസ് ഹാഫ് അവർ അല്ലെ. നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു എന്താണ് നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു 60 അല്ലെ. അതായത് നമ്പർ ഓഫ് ഈ 60 എന്ന് പറയുന്നത് മിനിറ്റ്സിനെ ഡെപിക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. വോളിയം ഇവിടെ എത്രയാണ്? 50 അല്ലെ. 50 ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ അതായത് 15 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് എത്രയാണ്? ഹാഫ് അല്ലെ. ഹാഫ് ഇൻറ്റു 60 എത്രയാണ്? 30 അല്ലെ. 30 അല്ലെ. സോ നോക്കിയേ ഇവിടെ എത്രയാണ്? 50/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി 25 drops per minute ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് അറിയണം അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 25 drops per minute ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, nurse spills a small amount of blood sample in the patient's room. കേട്ടോ നോക്കിയേ, പേഷ്യന്റ് റൂമില് കുറച്ച് ബ്ലഡ് സ്പിൽ ഉണ്ടായി കേട്ടോ. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഫോർ മാനേജിങ് ദ സ്പിൽ? കേട്ടോ ഇവിടെ സ്പിൽ മാനേജ്മെന്റിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണ്? ഓപ്ഷൻ എ, യൂസ് എ പേപ്പർ ടവൽ ടു ക്ലീൻ ദ സ്പിൽ ആൻഡ് ദെൻ ഡിസ്കാർഡ് ഇറ്റ് ഇൻ ദ റെഗുലർ ട്രാഷ്. ബി, അപ്ലൈ ഡിസ്ഇൻഫെക്റ്റന്റ് ടു ദ സ്പിൽ ഏരിയ. Clean it with a designated biohazard cleaning solution and then dispose of contaminated materials in a biohazard waste container. C, inform the housekeeping staff to handle the cleanup and continue with other tasks. Option D, ignore the spill if it's small amount and continue with the patient care. എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉള്ള ഒരു സംഗതിയാണ് അല്ലെ. എസ്പെഷ്യലി സ്പിൽ മാനേജ്മെന്റ് കേട്ടോ. സ്പിൽ മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും എയിംസ് നോർസെറ്റ് എക്സാമിനേഷന് അവര് വെട്ടുകളാറില്ല, ഉറപ്പായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഏരിയാസ് ആണ്. നോക്കിയാൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യൂഷ്വലി നമുക്കറിയാം നമ്മൾ ആ സ്പിൽ ഏരിയയിൽ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ. അത് കൂടാതെ എന്താ ഒരു ബയോ ഹസാർഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് വേസ്റ്റ് കണ്ടെയ്നറിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അപ്പം ഓപ്ഷൻ ബി ആണ്. നോക്കിയേ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ.
ഗൈഡ് ലൈൻസ് നോക്കാം. നോക്കിയേ, സ്റ്റെപ്സ് ടു പ്രോപ്പർ ബ്ലഡ് സ്പിൽ ക്ലീനപ്പ് കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് സ്പിൽ ക്ലീനപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രിപ്പറേഷൻ ആൻഡ് സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുക. അതായത് നമ്മൾ ആരാണോ ക്ലീൻ ചെയ്യുക അവരുടെ പ്രിപ്പറേഷനും അവരുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുക. രണ്ടാമത്തേത്, പ്ലേസ് അബ്സോർബൻ മെറ്റീരിയൽ ഓവർ ദ സ്പിൽ. എവിടെയാണോ സ്പിൽ ഉള്ളത് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽ നമ്മളവിടെ പ്ലേസ് ചെയ്യുക. അപ്ലൈ ഡിസിൻഫെക്റ്റന്റ് കേട്ടോ. ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. ക്ലീൻ അപ്പ് ദ സ്പിൽ, ആ സ്പില്ലിനെ നമ്മൾ ക്ലീൻ ചെയ്യുക. ഡിസ്പോസ് ഓഫ് contaminated materials. 6th one is disinfect spill area again നമ്മൾ എന്ത് ചെയ്യുക, ആ സ്പിൽ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യുക. ക്ലീൻ ദ എക്യുപ്മെന്റ്, റിമൂവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, വാഷ് യുവർ ഹാൻഡ്സ്, റിപ്പോർട്ട് ദ സ്പിൽ കേട്ടോ. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു സ്പിൽ ക്ലീനപ്പിന്റെ സ്റ്റെപ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ യൂഷ്വലി ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുക എന്താണ്, 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ഡിസിൻഫെക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. 30 മിനിറ്റ്സ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന കോൺടാക്ട് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്, നെവർ ഇൻഡ്യൂസ് എയറോസോലൈസേഷൻ. അതായത് ഈ സംഗതി ഉണ്ടല്ലോ, എയറോസോൾ ആയിട്ട് മാറാനായിട്ട് ഇപ്പൊ ഫാൻ ഇടുക അല്ലെങ്കിൽ അതിനെ നമ്മൾ വളരെ വിഗറസ് ആയിട്ട് അവിടെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. സെഗ്രിഗേറ്റ് വേസ്റ്റ് ഇൻടു യെല്ലോ ബാഗ്. പിന്നെ പ്രിൻസിപ്പിൾ പറയുന്നത് ഫസ്റ്റ് PPE, അതായത് നമ്മുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുക അല്ലെ. PPE ഫസ്റ്റ്, ദെൻ ഡിസിൻഫെക്ഷൻ, നെക്സ്റ്റ് ക്ലീനപ്പ്, നെക്സ്റ്റ് ഡിസ്പോസൽ ആൻഡ് ഹാൻഡ് ഹൈജീൻ. ഇത്രയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇത് സാധാരണ എക്സാമിൽ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നഴ്സ് ഈസ് അസസിങ് എ പേഷ്യൻസ് ഫോൾ റിസ്ക് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ പേഷ്യന്റിന്റെ റിസ്ക് അല്ലെങ്കിൽ ഫോളിന്റെ റിസ്ക് കേട്ടോ, പേഷ്യന്റ് ഫോളിന്റെ റിസ്ക് അസസ് ചെയ്യുകയാണ് ഒരു നഴ്സ്. വിച്ച് ഫാക്ടർ ഈസ് മോസ്റ്റ് റെലവന്റ് ടു കൺസിഡർ when determining the patient's fall risk കേട്ടോ. പേഷ്യന്റ് ഫോൾ റിസ്ക് ഡിറ്റർമിൻ ചെയ്യുമ്പോഴത്തേക്ക് മോസ്റ്റ് റെലവന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്താണ്? ഓക്കെ, ഓപ്ഷൻ എ ദ പേഷ്യൻസ് പ്രിഫറൻസ് ഫോർ റൂം ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി പേഷ്യൻസ് എബിലിറ്റി ടു കോൾ ഫോർ ഹെൽപ്പ് ഇഫ് നീഡഡ്. Option C, the patient's current medication schedule and any recent changes. Option D, the patient's previous dietary preferences. എന്തായിരിക്കും ഇവിടെ പേഷ്യന്റ് റിസ്ക് ഫോൾ അസസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ റെലവന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുക എന്തായിരിക്കാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, എന്താണ് പേഷ്യന്റെ കറണ്ട് ആയിട്ടുള്ള മെഡിക്കേഷൻ സ്കെഡ്യൂളും അതുകൂടാതെ അതിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും റീസെന്റ് ചേഞ്ചസ് അല്ലെ. നമുക്കറിയാം ചില മെഡിക്കേഷനൊക്കെ പേഷ്യന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് ഹെഡേക്ക് ഉണ്ടാകാം, ഹെഡ് റീലിംഗ് അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, ഡിസിനസ് ഉണ്ടാകാം, പേഷ്യന്റ് ഫെയിന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പേഷ്യന്റെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ്സ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഹൈപ്പോടെൻഷനിലേക്ക് പോലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ. നോക്കിയേ, മെനി മെഡിക്കേഷൻസ് കേട്ടോ, പല മെഡിക്കേഷൻസും ഡയറക്ട്ലി ഇമ്പയർ ദ ബാലൻസ് of the patient, alertness of the patient, blood pressure or muscle strength. So all of these increase the risk of fall അല്ലെ. പേഷ്യന്റ് fall risk increase ചെയ്യുന്ന ഡ്രഗ്സ് പല ഡ്രഗ്സും ഉണ്ട്. അതിലെ നോക്കിയേ, സെഡേറ്റീവ്സ്, ബെൻസോഡൈസെപ്പിൻ അല്ലെ, കോസസ് ഡ്രൗസിനെസ്. ഓപ്പിയോയിഡ്സ് എന്താ ചെയ്യുക, ഇമ്പയർ കൊഗ്നിഷൻ, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവിനെയൊക്കെ അങ്ങോട്ട് കെടുത്തിക്കളയും അല്ലെ. ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണെങ്കിലോ കോസ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ഡയറോട്ടിക്സ് ഇൻക്രീസസ് റിസ്ക് ഫോൾ അല്ലെ, വീഴാനുള്ള. അതായത് ഡയറോട്ടിക്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലൂയിഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പേഷ്യന്റ് പെട്ടെന്ന് റാപ്പിഡ് BP ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, റിസ്ക് ഫോൾ കൂടുതലാണ്. ആന്റി ഡിപ്രസൻസ്, ആന്റി സൈക്കോട്ടിക്സ് ഒക്കെ ആണെങ്കിലോ ഡിസീനസ്, ഇമ്പയർഡ് കോർഡിനേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോർത്ത് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കും, നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ ഒരു 3-3.5 മാസം നമ്മൾ കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു 1.25 ലക്ഷം രൂപ നമുക്ക് സാലറി മേടിക്കാൻ പറ്റുന്ന എയിംസിലെ നഴ്സിംഗ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.